ഭഗവതേ വാസുദേവായ. പ്രിയ സുഹൃത്തുക്കളെ, നാരായണീയത്തിൻ്റെ 13ാം ദശകം ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദശകത്തിൽ ഹിരണ്യാക്ഷൻ ഭൂമിയെ സാഗരത്തിനടിയിൽ കൊണ്ടുവച്ച് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കി. അത് ഭഗവാൻ സൂകര രൂപം ധരിച്ച് വരാഹമൂർത്തിയായി വന്ന് തൻ്റെ തേറ്റയിൽ ഭൂമിയെ ഇരുത്തി പ്രളയത്തിന് മുകളിലേക്ക്, ജലത്തിന് മുകളിലേക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മൾ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിൽ കണ്ടത്. ഇനി ഈ ഹിരണ്യാക്ഷനെ വധിക്കണ്ടേ, അതിൻ്റെ കാര്യങ്ങളാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ നാം കേൾക്കാൻ പോകുന്നത്. ഹിരണ്യാക്ഷം താവത് ഭരത ഭവദന്വേഷണപരം ചരന്തം സംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുതീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവ ബലം. ഭരത, അല്ലയോ വരം നൽകുന്നതിനെ, താവത് അപ്പോൾ നിജ ജംഘാപരിമിതി സംവർത്തേ പയസി, തൻ്റെ കണങ്കാലോളം മാത്രമുള്ള പ്രളയജലത്തിൽ ഭവദന്വേഷണപരം ചരന്തം, നിന്തിരുവടിയെ അന്വേഷിക്കുന്നതിൽ തൽപരനായ ആ ഹിരണ്യാക്ഷം ധനുജം, ഹിരണ്യാക്ഷൻ എന്ന അസുരനെ കപടപടുതി, കപടത്തിൽ സമർത്ഥനായ ഭവത് ഭക്ത, അവിടുത്തെ ഭക്തനായ നാരദമുനി ഗത്വാ നന്ദൻ, ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്ന് അവനെ പ്രശംസിച്ചുകൊണ്ടും തവ ബലം, അവിടുത്തെ ബലത്തെ നിന്ദനെ അഭി, നിന്ദിച്ചുകൊണ്ടും ശനൈഹി പൂജേ, പതുക്കെ പറഞ്ഞു. എല്ലാം അവിടുത്തെ ഒരു കേളി ആണെന്ന്, ലീലയാണെന്ന് തന്നെ പറയാം. ഹിരണ്യാക്ഷനെ എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അതിനൊരു പോംവഴിയായിട്ടാണ് നമ്മുടെ നാരദമുനിയെ ഹിരണ്യാക്ഷൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നത്. കാര്യം നടക്കണമല്ലോ. കപടം പറഞ്ഞിട്ടാണെങ്കിലും കാര്യം നടത്താൻ ബഹുമിടുക്കനാണ് നമ്മുടെ ഭക്തദാസ് അല്ലെങ്കിൽ ഭക്തനായ നാരദമുനി. അപ്പോൾ ഈ ഹിരണ്യാക്ഷൻ്റെ ഒരു രൂപം പറയുകയാണെങ്കിൽ, പ്രളയജലം ഹിരണ്യാക്ഷൻ്റെ കണങ്കാലോളം മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് വലിയ ശരീരമുള്ള ആ അസുരൻ ഭഗവാനെ അന്വേഷിച്ച് നടന്ന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഭഗവാന്റെ ഭക്തനായ നാരദമുനി അവിടെ എത്തുന്നത്. പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കായി ചില കപടങ്ങൾ പറയുന്ന നാരദൻ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്ന് അവനെ പ്രശംസിക്കാൻ തുടങ്ങി. അതായത് ഹിരണ്യാക്ഷനാണ് ഏറ്റവും ശക്തനായ ആള്, ഭഗവാനൊന്നും ഒന്നുമല്ല, ഭഗവാന്റെ ബലത്തെയൊക്കെ നിന്ദിച്ചുകൊണ്ട് ഹിരണ്യാക്ഷനെ പുകഴ്ത്തിയും ഭഗവാനെ നിന്ദിച്ചുകൊണ്ടും, അങ്ങനെ നിന്ദിക്കില്ല നാരദൻ, പക്ഷെ ഇത് ആവശ്യം നേടാനായി മാത്രമാണ്. അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ അടുത്ത് ചെന്ന് വളരെ അവൻ്റെ
കാര്യങ്ങളെയും അവൻ്റെ ബലത്തെയും ഒക്കെ പ്രശംസിച്ചുകൊണ്ട് പതുക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഹിരണ്യാക്ഷം താവത് ഭരത ഭവതന്വേഷണപരം ചരം ദം സംവർത്തേ പയസി നിജജംഘാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപട പടുതീർനാരദമുനി ശനൈരൂചേ നന്ദൻ ധനുജമഭി നിന്ദം സ്തവ ബലം. 13-ാം ദശകത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. സ മായാവീ വിഷ്ണുർഹരതി ഭവതീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിതം നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപ ധരണിധരമുദ്യന്ത മുദഗാത്. നാരദൻ ഹിരണ്യാക്ഷന്റെ അടുത്ത് എന്ന് പറയുകയാണ്, സമായാവി വിഷ്ണു, ആ മായാവിയായ വിഷ്ണു വളരെ മായാവിയാണ്. ഭവതീയം വസുമതിയും, നിന്റേതായ ഭൂമിയെ. അപ്പം ഭൂമി ആരുടെയാണ്? ഹിരണ്യാക്ഷൻ്റെ ആണ്. ഹിരണ്യാക്ഷ, നിന്റെ ഭൂമിയെ മായാവി വിഷ്ണു ഹരതി, മായാവിയായ വിഷ്ണു അപഹരിച്ചിരിക്കുന്നു. പ്രഭോ കഷ്ടം കഷ്ടം, കഷ്ടം തന്നെ. കിമിതം, എന്താണിത്? ഇത്തം അഭിഗതിത, ഇപ്രകാരം അറിയിക്കപ്പെട്ടവനായ സ ഹിരണ്യാക്ഷൻ. അതായത് നാരദൻ ഹിരണ്യാക്ഷനോട് ഇങ്ങനെ ഒരു കുശുമ്പ് പറഞ്ഞു, ഹിരണ്യാക്ഷ, നിന്റെ ഭൂമി ആ മായാവിയായ വിഷ്ണു അപഹരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? അസൗക്വ ഇതി നദന്. ആഹാ, അങ്ങനെയോ? അവൻ എവിടെ ആ മായാവി വിഷ്ണു എന്ന് ഗർജിച്ചുകൊണ്ട് തേന മുനിനാ ദർശിതപദ, ആ മുനിയാൽ വഴി കാട്ടപ്പെട്ടവനായി, ഉദകാത് ജലത്തിൽ നിന്ന് ഉദ്യന്തം പൊന്തി വരുന്നവനും ധരണീധരം ഭൂമിയെ ധരിക്കുന്നവനുമായ ഭവന്തം അങ്ങയെ സംപ്രാപത് നീന്തിരുവടിയെ കണ്ടെത്തി. അപ്പോൾ നാരദൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അയ്യോ എവിടെ വിഷ്ണു എവിടെ എന്ന് ഗർജിച്ചുകൊണ്ട് നാരദൻ ഭൂമിയെ ധരിച്ചുകൊണ്ട് ജലത്തിൽ നിന്നും പൊന്തി വരുന്ന ഭഗവാനെ കാണിച്ചു കൊടുത്തു. സ മായാവി വിഷ്ണുർഹരതി ഭവതീയാം വസുമതിം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിതി തേനാഭിഗതിത നദൻ ക്വാസൗ ക്വാസാവിധി സമുനിനാ ദർശിതപഥോ ഭവന്തം സംപ്രാപത് ധരണിധരമുദ്യന്തം ഉദകാത്. ഇന്ന് 13-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ്. അഹോ ആരണ്യോയം മൃഗയിതി ഹസന്തം ബഹുധരേർ ദുരുക്തൈർവിധ്യന്തം ദിദിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതം സ്വേന മഹസാ പയോധാവാധായ പ്രസവമുദയുക്ത
മൃതവിധൗ. അഹോ കഷ്ട അയം ആരണ്യ മൃഗ. ഇതൊരു കാട്ടുമൃഗമാണല്ലോ. ഇത് എന്നിങ്ങനെ അസന്തം ആക്ഷേപിക്കുന്നവനും ബഹുതരൈഹി ദുരുക്തൈഹി പലതരത്തിലുള്ള ചീത്ത വാക്കുകളാൽ മിഥ്യന്തം വേദനിപ്പിക്കുന്നവനുമായ ദിതിസുതം ആ ദൈത്യനെ അവജ്ഞായ അവഗണിച്ചിട്ട് ഭഗവൻ അല്ലയോ ഭഗവാനെ അവിടുന്ന് ദംഷ്ട്രാശിരസി തേറ്റിയുടെ അറ്റത്ത് മഹീം ചകിതാം ദൃഷ്ട ഭൂമിയെ ഭയന്ന് വിറയ്ക്കുന്നതായി കണ്ടിട്ട് സ്വേനമഹസ തൻ്റെ പ്രഭാവത്താൽ പയോധൗ ആദായ ഭൂമിയെ സമുദ്രത്തിൽ ഒരു സ്ഥലത്ത് ഉറപ്പിച്ചിട്ട് പ്രസഭം വേഗത്തിൽ മൃതവിധൗ യുദ്ധത്തിനായി ഉദയുക്താഹ ഉദ്യമിച്ചു. അതായത് ഇത്രയും വലിയ തൻ്റെ കണങ്കാലോളം മാത്രമേ ഈ പ്രളയജലം ഉള്ളൂ. അങ്ങനെ അത്രയും ഭീമാകാരനായ ഹിരണ്യാക്ഷൻ ഒരു നിന്തിരുവടിയെ കണ്ടിട്ട് ഇതൊരു കാട്ടുമൃഗമാണല്ലോ, ഇതിനോടാണോ താൻ യുദ്ധം ചെയ്യേണ്ടത് എന്ന് പരിഹസിക്കാൻ തുടങ്ങി. മാത്രമല്ല പല ദുർവാക്കുകളും പറഞ്ഞ് ഹിരണ്യാക്ഷൻ സൂകര രൂപിയായ ഭഗവാനെ അധിക്ഷേപിച്ചുകൊണ്ട് സമീപിച്ചു. പക്ഷേ ഭഗവാനുണ്ടോ ഈ ആക്ഷേപ വാക്കുകളൊന്നും കേൾക്കാത്ത പോലെ അതെല്ലാം അവഗണിച്ചുകൊണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ വലിയ രൂപം ഹിരണ്യാക്ഷൻ്റെ കണ്ടിട്ട് ഭൂമിദേവി ആകെ ഭയന്നിരിക്കുകയാണ്. അപ്പോൾ തേറ്റയുടെ അറ്റത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ഭൂമിദേവിയെ ഒരു സ്ഥലത്ത് സമുദ്രത്തിൽ ഭഗവാൻ ഉറപ്പിച്ചു നിർത്തി. എന്നിട്ട് ഹിരണ്യാക്ഷനോട് യുദ്ധം ആരംഭിച്ചു. അഹോ ആരണ്യോയം മൃഗൈതി ഹസന്തം ബഹുതരേർ ദുരുക്തേർവിദ്യന്തം ദിതിസുതമവജ്ഞായ ഭഗവൻ മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാശിരസി ചകിതാം സ്വേന മഹസാ പയോധാവാതായ പ്രസവമുദയുക്താ മൃതവിധൗ. ഇന്ന് 4-ാമത്തെ ശ്ലോകമാണ് 13-ാം ദശകത്തിൽ. ഹിരണ്യാക്ഷനുമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ വിവരിക്കുന്നത്. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡൻ ഖഡഖഡരവോദ്ഘുഷ്ട ധിയതാ ഋണാലോകോത്സുക്യാന്മിളതി സുരസംഖ്യേ ദ്രുതമമും നിരുന്ധ്യ സന്ധ്യാദപ്രഥമമിതി ധാത്ര ജഗദിഷേ. ദൈത്യേ ഗദാപാണോ സതി, ദൈത്യൻ ഗദാപാണിയായിരിക്കെ ത്വമഭി നിന്തിരുവടിയും ഗൃഹീതോന്നതഗത ഉന്നതമായ ഗദ കൗമോദകി എന്ന ഗദയാണ് സ്വീകരിച്ചവനായി ഖഡഖഡരവോത്കൃഷ്ടവീയത ഖഡഖഡ ശബ്ദത്താൽ മുഴങ്ങുന്ന ആകാശത്തോടുകൂടിയ നിയുക്തേന ക്രീഡന് ദ്വന്ദ്വയുദ്ധത്താൽ കളിക്കുന്നവനായി സുരസംഖ്യ രണാലോകൗസുഖ്യാത് മിളതി സതി. ദേവന്മാരാണെങ്കിലോ ഈ യുദ്ധം കാണാനുള്ള ഔത്സുക്യത്താൽ ഒത്തുചേർന്നിരിക്കുകയാണ്.
ആ സമയത്ത് ധാത്ര ബ്രഹ്മാവിനാൽ സന്ധ്യാതപ്രഥമം സന്ധ്യാസമയത്തിന് മുമ്പ് അമും ഇവനെ ദ്രുതം നിരുന്ധ്യാഹ വേഗത്തിൽ വധിക്കണമേ എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഹിരണ്യാക്ഷനും വരാഹമൂർത്തിയും തമ്മിലുള്ള യുദ്ധമാണ് പറയുന്നത്. ധർമ്മയുദ്ധം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പണ്ടൊക്കെ അങ്ങനെയാണ്. ഗദായുദ്ധം, ഒരാൾ ഗദ എടുത്താലും മറ്റേ ആളും ഗദ തന്നെ എടുക്കണം. അങ്ങനെയുള്ള ദ്വന്ദ്വയുദ്ധം, ഗദകൾ കൊണ്ടുള്ള യുദ്ധമാണ്. അപ്പോൾ ഈ ഗദകൾ കൂട്ടിമുട്ടുമ്പോഴുണ്ടാവുന്ന ശബ്ദം ആകാശത്തോളം ഉയർന്നു. അത്ര ഗംഭീരമായിട്ടുള്ള ശബ്ദം. രണ്ടുപേരും വലിയ ആകൃതിയുള്ളവരുമാണല്ലോ. ഈ ശബ്ദം കേട്ട് ദേവന്മാരെല്ലാവരും ആകാശത്ത് അവരുടെ യുദ്ധം കാണാനായി താല്പര്യത്തോടെ ഒത്തുചേർന്നു. അവർക്ക് രസം, ഇവിടെയും രസം തന്നെയാണ്. ഭഗവാനും ഒരു കളി പോലെ തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. എന്നാൽ ഈ ഹിരണ്യാക്ഷൻ അസുരനായതുകൊണ്ട് അസുരന്മാർക്ക് രാത്രികാലങ്ങളിൽ ശൗര്യം കൂടുന്നാണ് പറയാറ്. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാനോട് രാത്രിയാവുന്നതിന് മുമ്പേ ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഹിരണ്യാക്ഷനെ വേഗത്തിൽ തന്നെ വധിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ഗദായുദ്ധമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ ഉണ്ടായിരുന്നത്. ഈ യുദ്ധത്തിൻ്റെ ആ ഒരു ശൗര്യവും അതുപോലെ യുദ്ധമാണെന്ന് ഗദകൾ തമ്മിലുള്ള കൂട്ടിമുട്ടുന്ന ശബ്ദമെല്ലാം തന്നെ ഭട്ടതിരി വളരെ ഭംഗിയായിട്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അത് വളരെ ഗംഭീരമായിട്ടുള്ള വാക്കുകളിലൂടെ അല്ലേ. ഗദാപാണൗ ദൈത്യേ ത്വമഭിഹി ഗൃഹീതോന്നതഗതോ നിയുദ്ധേന ക്രീഡന് ഖടഖട രവോത്കുഷ്ടവിയത രണാലോകൗത്സുഖ്യാൻ മിളതി സുരസംഖ്യേ ദ്രുതമമും നിരുഞ്ജ സന്ധ്യാത പ്രഥമമിതി ധാത്ര ജഗദിഷേ. പതിമൂന്നാം ദശകത്തിലെ 5ാമത്തെ ശ്ലോകമാണ് ഇന്ന്. ഗദോന്മർദ്ദേ തസ്മിൻസ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാത് ഭൂമൗ ചടിതി പതിതായാമഹ ഓഹോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനജനം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ ഗുരുചിഷേ. അല്ലയോ ഗുരുവായൂരപ്പ, തസ്മിൻ ഗദോന്മർദ്ദേ, ആ ഗദായുദ്ധത്തിൽ, തവ ഗദായാം ഖലു, ഇന്ദിരുവടിയിലെ ഗദയാകട്ടെ, ദിദിഭുവഃ ഗദാഘാതാത്, ദിദിപുത്രൻ്റെ അതായത് ഹിരണ്യാക്ഷൻ്റെ ഗദാഘാതം കൊണ്ട് അഹഹ കഷ്ടം കഷ്ടം, ചെടിതി ഭൂമൗ പതിതായാം സത്യാം, പെട്ടെന്ന് ഭൂമിയിൽ വീണപ്പോൾ, അതായത് ഹിരണ്യാക്ഷൻ്റെ ഗദയുടെ ആഘാതം കൊണ്ട് ഭഗവാന്റെ ഗദ താഴെ വീണപ്പോൾ ത്വം അവിടുന്ന് മൃദുസ്മേരാസ്യ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ധനുജകുല നിർമൂലനജണം, ധനുജകുലത്തെ നിശേഷം നശിപ്പിക്കുന്നതിൽ സമർത്ഥമായ, ഹിരണ്യാക്ഷനെ മാത്രമല്ല അസുരന്മാരുടെ കുലത്തെ തന്നെ നശിപ്പിക്കുന്നതിൽ സാമർഥ്യമുള്ള മഹാചക്രം, മഹത്തായ അവിടുത്തെ സുദർശന ചക്രത്തെ സ്മൃത്വ സ്മരിച്ചിട്ട്
കരഭുവി ദധാന, കയ്യിൽ ധരിക്കുന്നവനായിട്ട് രുരുചിഷേ ശോഭിച്ചു. അതായത് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ ഇവനെ കൊല്ലണമെന്ന്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്. ഹിരണ്യാക്ഷനും ഭഗവാനുമായിട്ടുള്ള യുദ്ധത്തിൽ ഹിരണ്യാക്ഷൻ്റെ ഗദാഘാതമേറ്റ് ഭഗവാന്റെ ഗദ ഭൂമിയിൽ വീണുപോയി. അന്നേരം ഒരു ക്രോധവുമില്ലാതെ പുഞ്ചിരിയോടുകൂടി തന്നെ അസുരവംശത്തെ നിർമൂലനം ചെയ്യാൻ സാമർഥ്യമുള്ള മഹത്തായ ചക്രത്തെ അദ്ദേഹം സ്മരിക്കുകയും ഉടനെ തന്നെ സുദർശന ചക്രം ഭഗവാന്റെ കയ്യിൽ എത്തി ശോഭിക്കുകയും ചെയ്തു. ഗതോന്മർദ്ദേ തസ്മിൻ സ്തവ ഖലു ഗദായാം ദിരിഭുവേ ഗദാഘാതാത് ഭൂമൗ ചടിതി പതിതായാം അഹഹവോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലനജനം മഹാചക്രം സ്മൃത്വാ കരപുവി ദധാനോരുചിഷേ. 13-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം. തതശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയിച്ഛിന്തത്യേനത് കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലു വിദുദം സ്ത്വാം സമതനോത് ഗളന്മായേ മായാസ്ത്വയി കില ജഗൻ മോഹനഗരീ. തതഃ പിന്നീട് ദൈത്യേ കാലപ്രതിമരുഷി, കാലന് തുല്യമായ രോഷത്തോടു കൂടിയവനായി ആ ഹിരണ്യാക്ഷൻ ശൂലം വിസൃജതി സതി, ശൂലായുധത്തെ പ്രയോഗിച്ചപ്പോൾ, അതായത് ഗത പോയല്ലോ, ഇനി അടുത്ത ശൂലം. തൊയ് നിന്ദ്രവടി ഏനത് ഈ ശൂലത്തെ കര കലിത ചക്രപ്രഹരണാത്. അപ്പം ഇനിയിപ്പോൾ അദ്ദേഹത്തിന് കയ്യിൽ ചക്രമുണ്ട്, കയ്യിലുള്ള ചക്രം കൊണ്ടുള്ള പ്രഹരണത്താൽ ചിന്തതി സതി അതിനെ ഛേദിച്ചു. അപ്പോൾ സഹ ഹിരണ്യാക്ഷൻ സമാരുഷ്ട രോഷം കൊണ്ടവനായി മുഷ്ട്യാത്വാം വിദുദം കലു, മുഷ്ടി കൊണ്ട് നിന്തിരുവടിയെ ഇടിക്കാൻ തുടങ്ങി. ഗളന്മായേ തൊയ്, ഗളൻ മായേ മായാബന്ധമില്ലാത്തവനായ നിന്തിരുവടിയിൽ ജഗന്മോഹനഗരീഹി ജഗത്തെ മോഹിപ്പിക്കുന്നവനായ, ജഗത്തെ ലോകത്തെ മോഹിപ്പിക്കുന്നവയായ മായാഹ സമതനോത്കില, മായകളെ ചെയ്തുവല്ലോ. ലോകത്തെ കാണിക്കുന്നതിനായി ഓരോരോ കാര്യങ്ങൾ ചെയ്തു എന്നർത്ഥം. ഭഗവാന്റെ ഗദ താഴെ വീണു, ഭഗവാൻ ചക്രം കയ്യിലെടുത്തു. പക്ഷേ ഹിരണ്യാക്ഷൻ എന്ത് ചെയ്തു? സംഹാരകമായ കോപം കൊണ്ടവനായിട്ട് ശൂലം ഭഗവാന്റെ നേർക്കയച്ചു. ഭഗവാൻ ചക്രം കൊണ്ട് ആ ശൂലത്തെ ഭേദിച്ചു. അതുകണ്ട് കോപിച്ച അവൻ മുഷ്ടി കൊണ്ട് ഭഗവാനെ പീഡിപ്പിച്ചു. അങ്ങനെ ഓരോരോ യുദ്ധമുറകൾ അവിടെ അവതരിപ്പിച്ചു. ഭഗവാനാണെങ്കിൽ ഇതെല്ലാം ഒരു ജനങ്ങൾക്ക് കാണാൻ വേണ്ടി ചെയ്തതുപോലെ, ലോകത്തിന് കാണാൻ വേണ്ടി ചെയ്തതുപോലെയാണ് ഇതെല്ലാം അവിടെ സംഭവിച്ചത്. തത് ശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേനത് കരകലിതചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സഖലു വിദുദം സ്ത്വാം സമതനോത്
ഗളന്മായേ മായാസ്ത്വയില ജഗന്മോഹന കരീഹി. 13-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം ഹിരണ്യാക്ഷനെ വധിക്കുന്ന ഭാഗമാണ്. ഭവശ്ചക്രജ്യോതിഷ്കണ അവനിപാതേന വിദുദേ തതോ മായാചക്രേ വിതത ഖനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രകൃതിഭിരഭിഘ്നന്ദ അസുരം കരാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധീഹി. തതഃ പിന്നീട് അവനിപാതേന ഭഗവാന്റെ ചക്രജ്യോതിസിൻ്റെ അല്പമായ കണത്തിൻ്റെ നിപാതത്താൽ മായാചക്രേ വിദുതേ മായാചക്രം വിദൂതമായപ്പോൾ, അതായത് മായകളുടെ കൂട്ടം നശിച്ചപ്പോൾ, വിതത ഘനരോഷാന്ത മനസ്സം വിതതവും ഘനവുമായ രോഷത്താൽ വ്യാപ്തവും നിബിഡവുമായ കോപത്താൽ അന്ധമായ മനസ്സുള്ളവനും ഗരിഷ്ഠാഭിഹി മുഷ്ടിപ്രകൃതിഭിഹി കഠിനങ്ങളായ പ്രഹരങ്ങളാൽ അഭിഘ്നന്ദം അഭിഹനനം ചെയ്യുന്നവനും ആയ അസുരനെ സ്വേന കരാഗ്രേണ തൻ്റെ കൈയിൻ്റെ ഒരറ്റം കൊണ്ട് ശ്രവണപദമൂലേ കാതിൻ്റെ ചുവട്ടിൽ ചെവിക്കുറ്റിയിൽ നിരവധീഹി നിന്തിരുവടി നിഹനിച്ചു. അതായത് ഹിരണ്യാക്ഷൻ ഒരുപാട് യുദ്ധമുറകൾ മായാപ്രയോഗങ്ങളൊക്കെ ചെയ്തു. ഗദ കൊണ്ട്, ശൂലം കൊണ്ടോ, മുഷ്ടിപ്രഹരം കൊണ്ടോ ഒക്കെ. നിന്തിരുവടിയുടെ ചക്രജ്യോതിസിൻ്റെ ഒരു അല്പ കണത്തിൻ്റെ നിപാതം കൊണ്ട് ഹിരണ്യാക്ഷൻ്റെ മായകളെല്ലാം നശിച്ചു. അപ്പോൾ വ്യാപ്തവും നിബിഡവുമായ കോപത്താൽ അവൻ്റെ മനസ്സ് അന്ധമായി. കഠിനങ്ങളായ മുഷ്ടിപ്രഹരങ്ങളാൽ അഭിഹരിക്കുന്നവനായ ആ അസുരൻ്റെ വീണ്ടും മുഷ്ടിപ്രയോഗം നടത്താനായിട്ട് തുടങ്ങിയ ആ അസുരൻ്റെ കർണമൂലത്തിൽ ചെവിയുടെ അറ്റത്ത് നിന്തിരുവടിയുടെ കൈകൊണ്ട് ഒരു പ്രയോഗം നടത്തി അങ്ങനെ ഹിരണ്യാക്ഷനെ വധിച്ചു. ഭവശ്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ തതോ മായാചക്രേ വിദതഘനരോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രകൃതിഭിരഭിഘ്നന്ദമസുരം രാഗ്രേണ സ്വേന ശ്രവണപദമൂലേ നിരവധീഹി. എട്ടാമത്തെ ശ്ലോകം. മഹാകായസോയം തവ കരസരോജപ്രമദിതോ ഗളത്രേക്തോ വക്ത്രാദപദ് അപദദൃശിഭിശ്ലാഘിത തദിഹി തദാ ത്വാമുദ്ദാമപ്രമദപര വിദ്യോതിഹൃദയാ മുനീന്ദ്ര സാന്ദ്രാഭി സ്തുതിഭിരനുവന്നത്വരതനും. സഹ അയം മഹാകായഃ ആ മഹാകായൻ തവ കരസരോജപ്രമദിത ഇന്ദിരുവടിയുടെ കരസരോജത്താൽ മദനം ചെയ്യപ്പെട്ടവനായി
വക്ത്രാത് ഗളത് രക്ത, ഒഴുകുന്ന വായിൽ നിന്നും ഒഴുകുന്ന രക്തത്തോടു കൂടിയവനായി. ഋഷിഭിഹി ശ്ലാഘിത ഹരിഹി, ശ്ലാഘിക്കപ്പെട്ട വധത്തോടു കൂടിയവനായി. അവതത് പതിച്ചു. ഒരാളുടെ വധം കണ്ടിട്ട് ശ്ലാഘിക്കുകയാണ് എന്നുവെച്ചാൽ എപ്പോഴത് അത്രയും ലോകത്തിന് ഉപദ്രവകാരിയായ ഒരാളായിരുന്നു അല്ലേ ഹിരണ്യാക്ഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഹിരണ്യാക്ഷൻ്റെ വധം അത് ശ്ലാഘിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ തഥാ മുനീന്ദ്രഹ, മുനിശ്രേഷ്ഠന്മാർ ഉദ്ദാമപ്രമദഭര വിദ്യോതി ഹൃദയ, അധികമായ സന്തോഷഭാരത്താൽ ശോഭിക്കുന്ന ഹൃദയത്തോടു കൂടിയവരായി. അധ്വരതനും യജ്ഞമൂർത്തിയായ ത്വാം, മുന്തിരിവടിയെ സാന്ദ്രാഭിഹി, നിറഞ്ഞ സ്തുതിഭിഹി, സ്തോത്രങ്ങൾ കൊണ്ട് അനുവന് സ്തുതിച്ചു. ഹിരണ്യാക്ഷൻ മഹാകായനാണ്. അയാളുടെ ശരീര വലിപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മഹാകായൻ മുന്തിരിവടിയുടെ കരസരോജം കൊണ്ട് വധിക്കപ്പെട്ടു. അങ്ങനെ വധിച്ച് വധത്തിൽ വായക്കൂടെ രക്തമൊക്കെ ഒഴുകി അങ്ങനെ മരിച്ചു വീണു. അത് കണ്ട് മുനിമാർ ഈ വധത്തെ ശ്ലാഘിക്കുകയും അത്യധികമായ സന്തോഷം കൊണ്ട് അവർ വളരെ സാന്ദ്രങ്ങളായ സ്തുതികൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ദൈത്യൻ്റെ നാശവും ഭഗവത് ദർശന അല്ലേ, ഈ ഹിരണ്യാക്ഷൻ്റെ ഒരു എന്താ പറയുക ജന്മം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ യജ്ഞരൂപമായിട്ടുള്ള യജ്ഞവരാഹ രൂപം മുനിമാർക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ വളരെ അധികമായ സന്തോഷം ഉണ്ടായി. മഹാകായ സ്വയം തവ കരസരോജപ്രമഥിതോ ഗളദ്രക്തോ ഭക്താദപദൃഷിഭിശ്ലാഘിതഗതി തദാ ത്വാമുദ്ദാമ പ്രമദഭരവിദ്യോതിഹൃദയാ മുനീന്ദ്ര സാന്ദ്രാഭി സ്തുതിഭിരനുവൻ അധ്വരതനും. ഒമ്പതാമത്തെ ശ്ലോകം. ത്വജി ഛന്ദോ രോമസ്വവി കുശഗണശ്ചക്ഷുഷി ഘൃതം ചതുർഹോതാരോങ്ക്രൗ സുഗപിവദനേ ചോദരയിട ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേ യുവസദഃ. ഈ ശ്ലോകം വരാഹമൂർത്തിയെ യജ്ഞവരാഹമൂർത്തിയായിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്കൊരു ചെറിയൊരു വിവരണം അതിൽ തരാനുണ്ട്. എന്താണ് ഈ യജ്ഞം, യാഗം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കും വളരെ വ്യക്തമായിട്ടൊന്നും അറിയില്ലെങ്കിലും ഈ വ്യാഖ്യാനത്തിൽ നിന്ന് അറിഞ്ഞ കാര്യമാണ് ഞാനിതിൽ പറയാൻ പോകുന്നത്. അതായത് ലോക നന്മയ്ക്കായി ദേവന്മാരെ പ്രസാദിപ്പിക്കാൻ നടത്തുന്ന ഒരു കർമ്മമാണ് യാഗം അല്ലേ. പലതരത്തിലുള്ള യാഗങ്ങളുണ്ട്. ഭഗവാന്റെ യജ്ഞവരാഹ രൂപം ലോക നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യജ്ഞത്തിൻ്റെ വിവിധ അംഗങ്ങളെ സൂകരരൂപിയായ ഭഗവാന്റെ അംഗങ്ങളായി അവതരിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തിൽ പെട്ടത്. ഒരു യാഗം നടത്തുന്നതിലേക്കായുള്ള സാമഗ്രികൾ വിവരിക്കുന്നു. ഒന്നാമതായി യാഗത്തിന് വേദോച്ചാരണം വേണം. വേദങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഛന്ദസ്സുകളിലാണ്. ഈ ഛന്ദസ്
ഭഗവാന്റെ ത്വക്കാണ് എന്ന് പറയുന്നത്. പിന്നീട് വേണ്ടത് അല്ലേ, യാഗത്തിന് കുശപ്പുല്ല് വേണം. അത് ഭഗവാന്റെ സൂകര രൂപത്തിലുള്ള രോമങ്ങൾ ആണ്. മൂന്നാമതായി വേണ്ടതാണ് നെയ്യ്. ഭഗവാന്റെ കണ്ണുകളെ നെയ്യായി സങ്കല്പിക്കുന്നു. യാഗം നടത്താൻ 4 തരത്തിലുള്ള ഹോതാക്കൾ വേണം. ഒന്ന് അധ്വർയു, അതായത് യാഗവേദി ഒരുക്കുന്നയാൾ. 2 യാഗകർമ്മങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നയാൾ ബ്രഹ്മൻ. 3 ഹോതാവ്, ആജ്യവും ഹവിസ്സും അഗ്നിയിൽ അർപ്പിക്കുന്ന ആൾ. 4 ഉദ്ഗാതാവ്, സാമവേദ സൂക്തങ്ങൾ ഗാനം ചെയ്യുന്ന യാഗാചാര്യൻ. ഈ 4 ഹോതാക്കൾ ഭഗവാന്റെ അല്ലെങ്കിൽ ഈ സൂകരരൂപിയുടെ 4 കാലുകളാണെന്നാണ് സങ്കല്പം. ഇനി ഹോമം ചെയ്യാനുള്ള തവി ആണ് ശുക്ക്, അത് ഭഗവാന്റെ മുഖമാണ്. ഹവിസ് പകർന്നു വയ്ക്കാനുള്ള പുരോടാശ പാത്രമാണ് ഇട ഭഗവാന്റെ ഉദരമാണ്. യാഗദ്രവ്യമാണ് പുരോടാംശം എന്ന് പറയുന്നത്. സോമരസം പകർന്നു വയ്ക്കാനുള്ള പാത്രങ്ങളാണ് ചമസങ്ങൾ. ചമസങ്ങൾ കർണത്തിൽ സ്ഥിതി ചെയ്യുന്നു. യാഗത്തിനാവശ്യമായ സോമരസം രേതസ്സാണ്. ഉപസത്തുക്കൾ കണ്ഠദേശവുമാണ്. ഇങ്ങനെ മൂർത്തിയെ ഒരു യജ്ഞത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ രൂപത്തിലുണ്ട് എന്ന് സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. ആ രൂപിയായി കണ്ട്, യജ്ഞവരാഹ രൂപിയായി കണ്ട് മുനിമാർ സ്തുതിച്ചു. ത്വജിച്ഛന്തോരോമസ്വവി കുശഗണചക്ഷുഷികൃതം ചതുർഹോതാരോക്രോ ശ്രുതവിവദനേ ചോദരയിട ഗ്രഹാജിഹ്വായാം തേ പരപുരുഷകർണേ ജചമസ വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദ. അങ്ങനെ യജ്ഞവരാഹമൂർത്തി എല്ലാവരും കണ്ട് വളരെയധികം സന്തോഷിച്ചു. മുനിമാരും ലോകരുമെല്ലാം തന്നെ. 13ാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകം, 10ാമത്തെ ശ്ലോകമാണ് ഇന്ന്. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരൈർ മോദിതമനാഹ മഹീയസ്യാമൂർത്യാ വിമലതരകീർത്യാ ച വിലസൻ സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരീ മധുരിപോ നിരുഞ്ജാരോഗം മേ സകലമവി ബാധാലയപദേ. ഇപ്രകാരമുള്ള സ്തോത്രങ്ങളാൽ ഇത്യാദി സ്തവനമുഖരേഹി സ്തുതിക്കപ്പെട്ട മുനീന്ദ്രേഹി മുനീന്ദ്രന്മാരാൽ മോദിതമനാഹ സന്തോഷിപ്പിക്കപ്പെട്ട മനസ്സുള്ളവനും മഹീയസ്യാഹാമൂർത്തിയ വളരെ വലിയ ശരീരം കൊണ്ടും വിമലതരമായ കീർത്തി കൊണ്ടും വിലസന് ശോഭിക്കുന്ന സ്വധിഷ്ണ്യം സംപ്രാപ്ത തൻ്റെ വാസസ്ഥാനത്തെ വൈകുണ്ഠത്തെ പ്രാപിച്ചവനും സുഖരസവിഹാരി സുഖരസത്തിൽ വിഹരിക്കുന്നവനുമായ മധുരിപോ അല്ലയോ പാതാലയപതേ ഗുരുവായൂരപ്പ മേ സകലമഭി രോഗം എൻ്റെ എല്ലാ രോഗങ്ങളെയും നിരന്ധ്യാഹ ഇല്ലാതാക്കണം. കഴിഞ്ഞ ശ്ലോകത്തിൽ വരാഹമൂർത്തിയായി ഭഗവാനെ കണ്ട് മുനിമാർ യജ്ഞരൂപി ആയും സ്തുതിച്ച് വളരെയധികം ഭഗവാന് സന്തോഷമുണ്ടായി. യജ്ഞരൂപിയായിട്ടാണ് ഈ വരാഹമൂർത്തിയെ എല്ലാവരും കാണുന്നത്. അങ്ങനെ വലിയ ശരീരവും ഉണ്ടായി, വിമലതരമായ കീർത്തിയും ഉണ്ടായി. അങ്ങനെ ശോഭിച്ച ഭഗവാൻ തിരിച്ച് തൻ്റെ അവതാരോദ്ദേശം നിർവഹിച്ചുകൊണ്ട് തിരിച്ച് വൈകുണ്ഠത്തിൽ എത്തി സന്തോഷമായ സുഖവാസത്തിൽ അങ്ങനെ വിഹരിക്കുകയാണ്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ എന്നെ
രക്ഷിക്കണമേ. എൻ്റെ അസുഖങ്ങളെ, എൻ്റെ ആമയങ്ങളെ എല്ലാം തന്നെ തീർത്ത് എനിക്ക് മുക്തി ഉണ്ടാക്കണമേ എന്ന് ഭട്ടതിരിയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖരൈർമോദിത മനാഹ മഹീയസ്യ മൂർത്യ വിമലതരകീർത്യാ ച വിലസന് സ്വധിഷ്ണ്യം സംപ്രാപ്ത സുഗരസവിഹാരീ മധുരിഭോ നിരുന്ധ്യാരോഗം മേ സകലമപി വദാലയപതേ. കൃഷ്ണ ഗുരുവായൂരപ്പ.